പണത്തിനും സ്വത്തിനും വേണ്ടി അച്ഛനെയും അമ്മയെയും പോലും കൊലപ്പെടുത്തുന്ന മക്കൾ, കാമുകനൊപ്പം ജീവിക്കാൻ മകനെ ക്രൂരമായി ഉപദ്രവിച്ച യുവതി, 95-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ച വയോധികൻ, തൻ്റെ പെൺസുഹൃത്തുക്കളെ പീഡിപ്പിച്ച് പിന്നീട് ഗർഭചിത്രം നടത്തുന്ന രാഷ്ട്രീയ നേതാവ്. ഇതൊക്കെ ഈ നാട്ടിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന കഥകളാണ്. മലയാളി എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ടല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമാണ് ഉള്ളിൽ. ചൂണ്ടിക്കാണിക്കാൻ ഒരു നല്ല മാതൃകയില്ല. വീട്ടിലെ കലഹങ്ങൾ, നാട്ടിലെ അക്രമ സംഭവങ്ങൾ, രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകൾ. കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്തായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മൂന്നാൺമക്കളെ നൊന്തു പ്രസവിച്ച അമ്മ, ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം നെടുമ്പാശ്ശേരി പുറയാർ സ്വദേശിനി അനിത കുട്ടികളെ വളർത്തി വലുതാക്കാൻ നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഉണ്ടായ മാനസിക പ്രശ്നങ്ങൾ. മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ അമ്മയെ അവർ മനോരോഗികളെ പരിചരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് അനിതയെ മൂത്ത മകൻ ബിനു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, 1.5 ഏക്കറോളം വരുന്ന സ്വത്ത് തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യം. വീട്ടിലെത്തിയ ശേഷം നരകതുല്യമായിരുന്നു അനിതയുടെ ജീവിതം. കഴിഞ്ഞ ദിവസം അവരുടെ മരണത്തോടെയാണ് മകൻ്റെയും മരുമകളുടെയും ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞത്. അമ്മയെ വടികൊണ്ടും അമ്മിക്കല്ലുകൊണ്ടും അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് മകൻ ബിനുവിൻ്റെ മൊഴി. ഭാര്യയുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് അമ്മ അനിത വീട്ടിൽ വീണു മരിച്ചു എന്ന് പറഞ്ഞ മകൻ ബിനുവും ഭാര്യയും ചേർന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ അനിതയുടെ ശരീരത്തിൽ മുറിവുകളും കണ്ടെത്തിയിരുന്നു. എന്നാൽ മുറിവുകൾ ഇവർ സ്വയം മാനസിക നില തെറ്റി ഉണ്ടാക്കിയതെന്നാണ് മകൻ ബിനുവും മരുമകൾ അജിതയും മൊഴി നൽകിയത്. സംശയം തോന്നിയ പോലീസ് മകനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത്. വടികൊണ്ടും അമ്മിക്കല്ലുകൊണ്ടും അടിച്ചുകൊണ്ടാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് മകൻ സമ്മതിച്ചു. അമ്മയുടെ പേരിലുള്ള ഇടുക്കിയിലെ 1.5 ഏക്കർ ഭൂമി തട്ടിയെടുക്കാനാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 3 ആൺമക്കളുള്ള അനിതയെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചതാണ്. തുടർന്ന് ഇടുക്കിയിലെ ഒരു മേഴ്സി ഹോമിലാണ് 22 വർഷമായി താമസിച്ചു വരുന്നത്. ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ മേഴ്സി ഹോം അധികൃതർ ശ്രമിക്കുന്നുവെന്ന് കള്ളപ്പരാതി നൽകി അനിതയെ 3 മാസം മുൻപാണ് നെടുമ്പാശ്ശേരിയിലെ വീട്ടിലേക്ക് മകൻ കൊണ്ടുവന്നത്. അനിതയ്ക്ക് മാനസിക വിഭ്രാന്തിയുള്ളതായി പോലീസ് പറയുന്നു. മകന്റെ ഭാര്യ അജിതയ്ക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവിടെ സ്വയം മനസ്സ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന തകർച്ച അതിഗുരുതരമായിരിക്കും. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. ഒന്നല്ല, ഒട്ടേറെ സാധുക്കളായ പെൺകുട്ടികൾ അയാളുടെ പൊള്ളവാക്കുകളിൽ വീണിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയും ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയും മാത്രമാണ് ഇതുവരെ പരാതി നൽകിയത്. രാഹുൽ മോശമായി പെരുമാറിയെന്നാരോപിച്ച് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് MA ഷഹനാസും രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ കേസും കോടതിയുമൊക്കെ ആയപ്പോൾ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമെന്ന വിചിത്രവാദം രാഹുൽ ഉന്നയിക്കുന്നുണ്ട്. അയാൾക്ക് ഇങ്ങനെ എത്ര പേരുമായി ഇതുപോലുള്ള ബന്ധമുണ്ടായിരിക്കും? പോലീസിൻ്റെ മുന്നിൽ പിടിക്കപ്പെട്ടാൽ കഥകളെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. KPCC സംസ്കാര സമിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒടുവിൽ പരാതിയുമായി രംഗത്തെത്തിയത്.
രാഹുൽ തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് ഷഹനാസ് വെളിപ്പെടുത്തി. കർഷക സമരത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത്. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് രാഹുൽ ചോദിച്ചത്. നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഷാഫി പറമ്പലിനെ അറിയിച്ചിരുന്നു. ആരോപണങ്ങൾ വന്ന ശേഷവും ഷാഫി രാഹുലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഒരുപാട് യൂത്ത് കോൺഗ്രസിലടക്കമുള്ള മഹിളാ കോൺഗ്രസിലടക്കമുള്ള സ്ത്രീകൾക്ക് വ്യക്തമായി ധാരണയുള്ള ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ വ്യക്തി പ്രസിഡന്റായി വരുന്നു എന്നും അതിനുള്ള ശ്രമം ശ്രീ ഷാഫി പറമ്പിൽ MLA ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് തോന്നിയപ്പോഴും ഞാൻ കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ മെസ്സേജ് അയച്ചിട്ട് ഷാഫി പറമ്പിൽ MLA അന്ന് ഞാൻ സംസാരിച്ചത്. രാഹുലിൽ നിന്ന് ലൈംഗികാധിക്ഷേപം നേരിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ നേരിട്ടറിയാം. തന്നെയും MK മുനീർ MLA ചേർത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചരണം നടത്തി. ഇതിനെതിരെ ഷാഫിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും പരാതി നൽകിയെങ്കിലും തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമാണ് പിന്നീടുണ്ടായതെന്നും ഷഹനാസ് ആരോപിച്ചു. രാഹുലിനെതിരെ പാർട്ടി കൂടുതൽ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കോടതി അനുമതി നൽകി. അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂറാണ് ബുധനാഴ്ച കോടതി വാദം കേട്ടത്. രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. ബലാത്സംഗം ചെയ്തതിനും ഗർഭചിത്രം നടത്തിയതിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുലിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. യുവതി ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തതായും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. കേസ് കെട്ടിച്ചമച്ചതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതുമാണെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ബലാത്സംഗവും ഗർഭചിത്രവും ചെയ്തിട്ടില്ലെന്നാണ് രാഹുലിന്റെ നിലപാട്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. രാഹുലിനായി കർണാടകയിലടക്കം അന്വേഷണ സംഘം തെരച്ചിൽ തുടരുകയാണ്. രാഹുലിനെതിരായ പുതിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. മൊഴി നൽകാനുള്ള താൽപര്യം യുവതിയോട് പോലീസ് ആരായും. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ചുവന്ന പോളോ കാറുള്ള നടിയും തമ്മിൽ എന്താണ് ബന്ധം? രാഹുലിന് അവർ എന്തിന് കാർ നൽകി? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിൽ പലരും ഈ ചോദ്യം ഉന്നയിക്കുന്നുണ്ടല്ലേ. രാഹുൽ അടുത്ത സുഹൃത്തെന്നാണ് നടി തൻവീർ റാമിൻ്റെ മറുപടി. നിലവിൽ ബംഗളൂരുവിലുള്ള നടിയിൽ നിന്ന് ഫോൺ വഴി പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ തേടി. ഈ കാർ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്ത് ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഒരു സൂചനയുമില്ല. കേസിലെ 2ാം പ്രതി ജോബി ജോസഫും ഒപ്പമുണ്ടെന്നാണ് വിവരം. രാഹുൽ മാക്കൂട്ടത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ടാണ് യുവനടി തൻവീർ റാമിൽ നിന്ന് SIT വിവരങ്ങൾ തേടിയത്. രാഹുലിന് കാർ കൊടുത്തത് ഏതു സാഹചര്യത്തിൽ എന്ന് ചോദിച്ചറിഞ്ഞു. രാഹുൽ അടുത്ത സുഹൃത്താണെന്നാണ് നടിയുടെ മറുപടി. പാലക്കാട് നഗരത്തിൽ ഓടിയത് നടി തൻവിയുടെ കാറാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കാർ തന്നെയാണ് രാഹുൽ രക്ഷപ്പെടാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് പൂർണ്ണമായും ഉറപ്പിക്കുന്നില്ല. പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോകാനെത്തിയപ്പോൾ കാർ പാലക്കാട് ഇട്ടുപോയതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം.
ഈ കാർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിന് പരിസരത്താണ് സൂക്ഷിച്ചിരുന്നത്. പൊള്ളാച്ചിയിലേക്ക് മറ്റൊരു വാഹനത്തിലാണ് നടി പോയത്. തിരികെ വരുമ്പോൾ കാർ എടുക്കാമെന്ന് പറഞ്ഞാണ് ഇവർ പോയത്. അതിനുശേഷം രാഹുലിനെതിരായ പരാതി ഉയർന്ന ദിവസമടക്കം രാഹുലിന്റെ ഓഫീസ് ജീവനക്കാർ വാഹനം ഉപയോഗിച്ചിരുന്നു. തന്റെ കാർ പാലക്കാടെത്തിയത് എങ്ങനെയാണെന്ന് നടി വിശദീകരിച്ചിട്ടുണ്ട്. വാഹനം അതിർത്തി വിട്ട് പോയിട്ടില്ല എന്നാണ് പരിശോധനയിൽ വ്യക്തമായ കാര്യം. രാഹുലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് തൻവി എത്തിയിരുന്നു. ഇതോടെ ഇതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണവും അവർക്ക് നേരിടേണ്ടി വന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്ത് ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫും ഒപ്പമുണ്ടെന്നാണ് വിവരം. രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇക്കാര്യത്തിൽ നല്ല തിരിച്ചറിവുണ്ട്. എന്നാൽ ഇതിപ്പോഴും മനസ്സിലാക്കാത്ത ഒരാളെ കാണാം. സാമൂഹ്യ നിരീക്ഷകനായിട്ടുള്ള രാഹുൽ ഈശ്വർ. ജയിലിൽ ഇപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തുകയാണ് കക്ഷി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. അയാളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. രാഹുലുമായി പോലീസ് ടെക്നോ പാർക്കിൽ തെളിവെടുപ്പ് നടത്തി. യുവതിയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിലാണ് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി വ്യാഴാഴ്ച വൈകിട്ട് 5 വരെ കസ്റ്റഡിയിൽ വിട്ടത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസന്വേഷിക്കുന്നത്. ഫോട്ടോകൾ, ടെക്സ്റ്റുകൾ തുടങ്ങിയവ അടങ്ങിയ പെൻഡ്രൈവും മറ്റ് ഡിജിറ്റൽ സാമഗ്രികളും ടെക്നോ പാർക്കിലെ ഓഫീസിലുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പോലീസിന് നൽകിയ മൊഴി. ഇവിടെ നിന്ന് ഇത് എടുക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. അതേസമയം പോലീസ് കോടതിയിൽ കള്ളം പറഞ്ഞുവെന്ന് രാഹുൽ ഈശ്വർ ആരോപിച്ചു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു പ്രതികരണം. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. അങ്ങനൊരു സാധനം ഇല്ലേ? അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ നാട്ടിലിപ്പോ? കോടതിയിൽ കള്ളം പറയുന്നു. പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. രാഹുൽ ഈശ്വർ നിരാഹാരം തുടരുമെന്ന് ഭാര്യ ദീപ പറഞ്ഞു. നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയേക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ മുമ്പോട്ട് പോകും. പോലീസ് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന് അഭിഭാഷകൻ അലക്സ് ജെ ജോൺ. ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമയമെടുത്ത് ഞാൻ ഈ വീഡിയോസ് എല്ലാം കണ്ടു. അതിനകത്ത് സെക്ഷലി മാർക്ഡ് റിമാർക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശകരമായ പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടത്. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടില്ല. അത് വ്യക്തമായിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നമുക്ക് തെളിവായിട്ട് അന്നേരം ഈ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യൂട്യൂബിലെ ഈ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടി ഇദ്ദേഹത്തെ ബലിയാടാക്കിയിരിക്കുകയാണ്. രാഹുലുമായി പോലീസ് വൈകിട്ട് ടെക്നോ പാർക്കിലെ ഓഫീസിൽ തെളിവെടുപ്പ് നടത്തി. ഇവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുത്തതായാണ് വിവരം. വെള്ളിയാഴ്ച രാഹുൽ ഈശ്വറിന് കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാം. ന്യൂസ് 18 തിരുവനന്തപുരം. ചെറുപ്പക്കാരുടെ കാര്യം ഒന്ന് മാറ്റി നിർത്താം. ഇനി വയോധികനായ ഒരു ഞരമ്പ് രോഗിയെക്കുറിച്ചുള്ള വാർത്തയാണ്. പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി ജോസിന് 64 വയസ്സായി. പ്രായം ചെല്ലുന്തോറും അയാളുടെ അസുഖത്തിന് കുറവില്ല. 95-കാരിയായ വയോധികയാണ് ജോസിൻ്റെ ആക്രമണത്തിന് ഇരയായത്. ഇവർ വീട്ടിൽ തനിച്ചായിരുന്ന സമയത്തായിരുന്നു പീഡന ശ്രമം. വീട്ടിൽ അതിക്രമിച്ച് കയറി വായിൽ തുണി തിരുകി വയോധികയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ
പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിയായ ജോസ് എന്ന് വിളിക്കുന്ന പത്രോസ് ജോണാണ് ക്രൂരത കാട്ടിയത്. പകൽ സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ 95-കാരിയായ വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വായിൽ തുണി തിരുകിയ ശേഷം ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയോധിക ധൈര്യം സംഭരിച്ച് വായിൽ തിരികിയ തുണി വലിച്ചൂരി നിലവിളിച്ചതോടെയാണ് അയൽവാസികൾ ഓടിയെത്തി രക്ഷപ്പെടുത്തിയത്. നാട്ടുകാർ എത്തിയതോടെ പ്രതി സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് വയോധികയുടെ മൊഴി രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട പെരുന്നാട് ഇൻസ്പെക്ടർ വിഷ്ണുജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. ചെറുപ്പത്തിൽ ആൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടം കളിത്തോക്കായിരിക്കും. കാരണം സിനിമകളിലും കാർട്ടൂണുകളിലുമൊക്കെ ഹീറോ തോക്കുമായി നടക്കുന്നത് അവരെ സ്വാധീനിക്കാറുണ്ടല്ലേ. അല്പം കൂടി വളർന്നു കഴിയുമ്പോൾ കുട്ടിക്കളിയൊക്കെ മാറും. പിന്നെ യഥാർത്ഥ തോക്കിനും വെടിയുണ്ടയ്ക്കും പിന്നാലെ മക്കൾ പോകുന്നുണ്ടോ എന്ന് ഇക്കാലത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ 8ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വെടിയുണ്ട വിദ്യാർത്ഥിക്ക് ലഭ്യമായത് സൈനികനായ ബന്ധുവിൽ നിന്ന് പോലീസ് വ്യക്തമാക്കി. അവധിക്കായി സൈനികൻ വീട്ടിലെത്തിയപ്പോൾ കൊണ്ടുവന്നതാണ് വെടിയുണ്ടകൾ. വീട്ടിൽ നിന്ന് വെടിയുണ്ട കൈക്കലാക്കിയ വിദ്യാർത്ഥി സ്കൂളിൽ സുഹൃത്തുക്കളെ കാണിക്കാനായി കൊണ്ടുവന്നപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. കാർത്തികപ്പള്ളിയിൽ സ്കൂളിൽ വന്ന വിദ്യാർത്ഥിയുടെ ബാഗിൽ കണ്ടെത്തിയ വെടിയുണ്ട വിദ്യാർത്ഥിക്ക് കളഞ്ഞു കിട്ടിയെന്നായിരുന്നു ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ പോലീസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവായ സൈനികന്റെ വീട്ടിൽ നിന്നാണ് വെടിയുണ്ട ലഭ്യമായതെന്ന് കണ്ടെത്തി. 2 മാസം മുമ്പ് അവധിക്ക് വന്ന സൈനികൻ ജോലി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ് വെടിയുണ്ട എന്നാണ് നിഗമനം. വീട്ടിലെത്തിയ 8ാം ക്ലാസ്സുകാരൻ കൗതുകം തോന്നി വെടിയുണ്ട സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ബാഗിൽ കണ്ടെത്തിയത് കൂടാതെ ഒരു വെടിയുണ്ട മറ്റൊരു കുട്ടിയുടെ പിതാവും കരിയിലക്കുളങ്ങര പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഇതും മറ്റേ വിദ്യാർത്ഥി തന്നെ നൽകിയതാണെന്നാണ് സൂചന. വെടിയുണ്ടയുടെ വിവരം ലഭ്യമായതോടെ കരിയിലക്കുളങ്ങര പോലീസ് സൈനികന്റെ വീട്ടിൽ പരിശോധന നടത്തി. പക്ഷേ മറ്റൊന്നും കണ്ടെത്താനായില്ല. വെടിയുണ്ട കൈവശം വയ്ക്കുക നിയമപരമായി തെറ്റാണ്. അസം മേഖലയിൽ വെടിയുണ്ടകൾ സൈന്യത്തിന് വിതരണം ചെയ്യുന്ന കമ്പനിയുടേതാണ് ഈ ഉണ്ടകളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ പ്രതി സന്ദീപിനെ പരിശോധിച്ച മനോരോഗ വിദഗ്ധനെ കോടതി വിസ്തരിച്ചു. പ്രതി തന്റെ തെറ്റുകൾ മനഃപൂർവ്വം മറച്ചുവെച്ച് സംസാരിക്കുന്നയാളെന്ന് ഡോക്ടർ എസ് കൃഷ്ണൻ കൊല്ലം സെഷൻസ് കോടതിയിൽ മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചയാൾ അറസ്റ്റിൽ. പറവൂർ സ്വദേശി ആരിഫിനെയാണ് കൊല്ലം സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ആലപ്പുഴ തൃക്കുന്നപ്പുഴ സ്വദേശിയിൽ നിന്നും 16.6 ലക്ഷം തട്ടിയ സംഘത്തിലെ 3ാമത്തെ പ്രതിയും അറസ്റ്റിൽ. അറസ്റ്റിലായത് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്വദേശി നിസാമുദ്ദീൻ. പട്ടാമ്പി തിരുവേഗപ്പുറയിൽ കഞ്ചാവ് ചെടി വളർത്തിയത് കണ്ടെത്തി. പട്ടാമ്പി എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് 6 വയസ്സുകാരിയായ മരുമകളെ കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിൽ.
ഹരിയാനയിലെ പാനിപ്പത്തിൽ അറസ്റ്റിലായ പൂനം സ്വന്തം മകൻ ഉൾപ്പെടെ 3 കുട്ടികളെ ഇതേ രീതിയിൽ മുൻപ് കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. എടാ, ഈ കൊട്ടേഷൻ നീ ഏറ്റെടുത്താൽ ഐഫോൺ വാങ്ങിത്തരാം. ഇത് കേട്ടതോടെ ചെക്കൻ ആ റിസ്ക് അങ്ങ് ഏറ്റെടുത്തു. കുട്ടിക്കളിയോ തമാശയോ അല്ല, ലഹരി കടത്താനാണ് +1 വിദ്യാർത്ഥിക്ക് ഐഫോൺ ഓഫർ ചെയ്തത്. തിരുവനന്തപുരം സ്വദേശിയായ സംഗീതിനെ ലഹരിമരുന്ന് കേസിൽ കുടുക്കുകയായിരുന്നു ലക്ഷ്യം. അതിനായി മയക്കുമരുന്ന് മാഫിയ വിദ്യാർത്ഥിയുടെ കൈവശം സിന്തറ്റിക് ഡ്രഗ് നൽകി. പിന്നാലെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കുട്ടിയുടെ കയ്യിൽ 230 മില്ലിഗ്രാം മെത്തഫെറ്റമിൻ. ഇത് സംഗീത് നൽകിയതെന്നാണ് അവൻ നൽകിയ മൊഴി. എന്നാൽ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതോടെയാണ് കൊട്ടേഷൻ കഥ പുറത്തു വന്നത്. കേസിൽ കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ട താറാവ് ശ്യാം എന്ന ശ്യാംലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങളുടെ മക്കളോട് പറയേണ്ട കാര്യമാണിത്. ഇതുപോലെ ഐഫോണും മറ്റു പല വാഗ്ദാനങ്ങളുമായി ലഹരി മാഫിയ സമീപിച്ചേക്കാം. എന്നാൽ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന കേസും പ്രശ്നങ്ങളും കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.